അങ്ങനെ ഇന്ന് ഞാനും സ്വർണ്ണയെല്ലാം കൂടിയിട്ട് ദുബായിക്ക് പോവുകയാണ്. തലേ ദിവസം ഞാൻ സ്വർണ്ണേൻ്റെ വീട്ടിലാണ് നിന്നത്. അവരുടെ നല്ല നല്ല സ്നേഹം അനുഭവിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം സ്വർണ്ണേൻ്റെ അച്ഛൻ കണ്ണേട്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കി. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു രാവിലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു. ഞാനും സ്വർണ്ണയും വേഗം പാഞ്ഞു കയറി. കാരണം ജനറൽ ടിക്കറ്റാണ്, സീറ്റ് കിട്ടണം. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സീറ്റ് കിട്ടി. ആ സീറ്റ് കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഞങ്ങൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ യാത്ര അരോചകമാവാതിരിക്കാൻ, മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിള്ളേർ കയറി. അവർ കയറിയ പാട് തുടങ്ങി ആട്ടവും പാട്ടവും കൂത്തെല്ലാം. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലൊന്നല്ല ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ മടുപ്പുള്ള ട്രെയിൻ യാത്ര നല്ല സന്തോഷത്തിലാക്കിയതിൽ അവരെ പാട്ട് കേട്ടാണ്. അങ്ങനെ ഓരോ സ്റ്റേഷൻ നോക്കി നിൽക്കുമ്പോഴാണ് എൻ്റെ പരപ്പനങ്ങാടി വരുന്നത്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന സ്റ്റേഷനാണല്ലോ, അപ്പം എൻ്റെ സ്റ്റേഷനാണല്ലോ എന്നുള്ള അഹങ്കാരമാണ് ഉണ്ടായത്. ഇതാ ഞാൻ നോക്കുമ്പോഴത്തേക്ക് സ്വർണ്ണമോൾ നല്ല ഉറക്കം. കാരണം എറണാകുളം വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അവസാനം എറണാകുളം എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പരുവായതുകൊണ്ട് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. എന്താണ് ഇതൊന്നും ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ആസ്വദിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ചായ കുടിച്ചിറങ്ങിയതാണ്. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മീനൂട്ടീൻ്റെ വീട്ടിലേക്ക് എത്തി. മീനൂട്ടി ഞങ്ങൾ ഒന്നിച്ച് വരുന്നുണ്ട്. അമ്മയും ഏച്ചിയെല്ലാം കൂടി ഞങ്ങൾക്ക് നല്ല ബിരിയാണി തന്നു. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ ഒരു ഊബറും വിളിച്ച് സ്വന്തം വണ്ടിയിരിക്കുന്ന അഭിമാനത്തോട് കൂടിയിട്ട് ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെ എല്ലാം സിനിമയിലെല്ലാം കണ്ടിന് കള്ളന്മാറ പിടിക്കുന്നതും അവരിറങ്ങി വരുന്നതെല്ലാം വീഡിയോസിൽ മാത്രം കണ്ട കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ആദ്യമായിട്ട് നേരിൽ കാണുന്നതിൻ്റെ സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പവിയും അനന്തഗോപനും വന്നു. അപ്പോൾ ഞങ്ങൾ എത്ര ആളും കൂടിയിട്ട് ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പ്. ഞാൻ അപ്പം തന്നെ സ്വെറ്റർ എടുത്തിട്ടു. പിന്നെ എല്ലാവർക്കും പൈക്കെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അടുത്ത റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എല്ലാം കുറേ എന്തെല്ലാം ഓർഡർ ചെയ്ത സാധനമാണ് അനന്തഗോപൻ കയ്യിൽ പിടിച്ച് കൊണ്ടിരുന്നത്. വിശപ്പ് മാറുന്നതിൻ്റെ സന്തോഷമാണ് അവൻ്റെ മുഖത്തും നിനക്ക് തോന്നി. ഇതാ മീനൂട്ടിയും സ്വർണ്ണയും വ്ളോഗ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ സ്വർണ്ണേൻ്റെ വ്ളോഗ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതാ സാധനം വന്നു. എങ്ങനെയുണ്ട് ഫുഡ്? 1100 സംതിങ് രൂപയായി. എക്സ്പെക്ടേഷൻ അടിപൊളിയായിരുന്നു. ഫോട്ടോയ്ക്കകത്ത് തീർക്കാൻ പറ്റുന്നില്ല. രസമില്ല അല്ലേ? കൊള്ളൂല. മീനാക്ഷി പറയും എങ്ങനെയുണ്ട്? ചമ്മന്തി തണുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചമ്മന്തി. ഓക്കെ. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് അകത്ത് കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളതാ എൻ്റെ ടിക്കറ്റിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ ടിക്കറ്റിൽ അതാണ് എൻ്റെ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി ഞങ്ങളെ സീറ്റ് കണ്ടുപിടിച്ച് അതിലിരുന്നു. പവിയും അനന്തഭവനും ഓൾറെഡി മുമ്പേ പോയത് കൊണ്ട് എനിക്കപ്പോൾ സൈഡ് സീറ്റ് തന്നു. അതുകൊണ്ട് പുറത്തെ കാഴ്ചകളെല്ലാം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൈഡ് സീറ്റ് കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അങ്ങനെ എല്ലാം പുറത്തെ കാഴ്ചകൾ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ആദ്യം ഒരു ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച കണക്കല്ല, ഫ്ലൈറ്റിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പുറത്തുനിന്ന് ഇങ്ങനെ മേലോട്ട് കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ പേടിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെവി വേദനിക്കുന്നെല്ലാം പറഞ്ഞു. അത്യാവശ്യം ചെവി വേദന ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിട്ടാ. അങ്ങനെ ഇത് മേലോട്ട് കയറുമ്പോൾ ഈ താഴെ ലൈറ്റ് കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു രാവിലെ ആവണമായിരുന്നു പോകുന്നത്. എന്താ പറഞ്ഞാൽ രാവിലെ ഏതെങ്കിലും മേഘങ്ങൾക്കിടയിലെല്ലാം പോകുന്നതെല്ലാം ആസ്വദിക്കായിരുന്നു തോന്നി. ഇതാകുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടുന്ന് കയറുമ്പോൾ താഴെ കുറേ ലൈറ്റ്, പിന്നെ ഫുള്ള് ഇരുട്ടും, പിന്നെ ആടെ ഇറങ്ങുമ്പോൾ കാണുന്ന കുറച്ച് ലൈറ്റ് മാത്രമേ ഉണ്ടാവൂ എന്നറിയും. അങ്ങനെ നിങ്ങളെ ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ കുറച്ച് മയങ്ങി. പിന്നെന്തോ സൗണ്ട് കേട്ടിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഈ രണ്ടിടത്തിന് ഉറക്കൂലേ ഭഗവാനെന്ന് തോന്നിപ്പോയി. കാരണം ഭയങ്കര കച്ചേരി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ബസ്സിൽ പോകുമ്പോൾ തന്നെ അധികം സൗണ്ട് ആക്കിയെങ്കിൽ ഓരോരുത്തരുടെ വീട് നോക്കും. എല്ലാവരും ഉറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവർ ഭയങ്കര കച്ചേരിയായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ടാണ് ഞാൻ അവരെ പാട്ട് സമയത്തെ
കുത്തിയിരിപ്പിന് ശേഷം നമ്മൾ അബുദാബിയിലേക്ക് ഇറങ്ങുകയാണ്. എന്താ വെച്ചാൽ കുറേ നേരം ഇരുട്ടും പെട്ടെന്ന് താഴെ ലൈറ്റും കാണുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് സംഭവം സ്ഥലത്ത് എത്തിയെന്നുള്ളത്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയല്, ആകാശത്ത് നിന്ന് നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ എന്തെന്ന് പറയില്ലേ ഞാൻ, ആകാശത്ത് നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ സ്വർഗത്തിലെത്തിയ പോലെ എന്നെല്ലാം പറയില്ലേ. പക്ഷേ രാവിലെ അതിനെ കുറച്ച് മേഘങ്ങളിലുണ്ടെങ്കിൽ കുറച്ച് സുഖം ഉണ്ടാട്ടി. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് ഇറങ്ങുകയായി. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് എത്തി. ഇനിയാണ് കഥ. ആടെ മൊത്തം അറബികൾ. എങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങും ദൈവത്തിനറിയും. ആകെയുള്ളൊരു രക്ഷ എന്ന് പറഞ്ഞത് പവിയാണ്. പവി ബഹ്റൈനിലായതുകൊണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഓളെ ബാക്കിലെയാണ് ലക്ഷം പിന്നാലെ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പോയിക്കൊണ്ടുണ്ടായത്. എന്തായാലും അനുഭവങ്ങളാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇനി എന്തെല്ലാം ചെയ്യണമെന്നെല്ലാം മുൻകൂട്ടി അറിഞ്ഞേക്കണ്ട. ചൈനക്കെല്ലാം പോയിട്ട് വന്ന മുതലാണ് നടന്ന മൈക്കിൾ ജാക്സന്റെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലേക്ക് എത്തി. എക്സ്കലേറ്ററിൽ കയറി. ഇതൊന്നും നമ്മളിങ്ങോട്ടില്ല, അതുകൊണ്ട് ഇതെല്ലാം എന്താ പറയല്, കയറുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞ് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഏട്ടൻ്റെ ഒപ്പരം കാറിൽ നമ്മൾ ഗാർഡൻ സിറ്റിക്ക് നമ്മുടെ ലക്ഷ്മണേട്ടൻ്റെയും ബിന്ദുവേച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ എത്തിയിട്ട് ഇപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ബിന്ദുവേച്ചിൻ്റെ ലക്ഷ്മണേട്ടൻ്റെയും സ്വർഗം. അങ്ങനെ നമ്മൾ എൻ്റെ ബിന്ദുവേച്ചിൻ്റെ ബാക്കിലേക്ക് വിട്ട് ഞാൻ പോകുന്നുണ്ട്. നമുക്കിങ്ങനെ സ്വന്തം വീട്ടിലേക്ക് എത്തിയ ഒരു ഫീൽ ഉണ്ടാവില്ലേ, സ്വന്തം അമ്മേനെ പോലെ ചേച്ചീനെ പോലെ എല്ലാം ആരോ ഒരാൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ഫീൽ. അതാണ് ബിന്ദുവേച്ചിനെ കാണുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് തോന്നൽ. പേഴ്സണലി എനിക്ക് തോന്നൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ് ബിന്ദുവേച്ചി. അടുത്തിരുമ്പോൾ അത്രയും സ്വന്തം വീട് പോലെയാണ് കാണുന്നത്. അപ്പോൾ അതാ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അനന്തഗോപൻ എണീച്ചിട്ട് വരുന്നതേ ഇല്ലൂ. അങ്ങനെ അനന്തഗോപൻ കണ്ണെല്ലാം തിരുമ്മിയിട്ട് പല്ലുതേക്കാൻ പോകേണ്ട തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ബിന്ദുവേച്ചിനോട് കുറച്ച് ഒട്ട വിട്ടു. ബിന്ദുവേച്ചി ഞങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി തന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ആകെ തിന്നൊരു സാധനം ഇഡ്ഡലിയാണ്. എല്ലായിടത്തേക്ക് പോയിട്ടും നോക്കുമ്പോഴത്തേക്ക് പവി മെല്ലെ എണീച്ച് വരുന്ന ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സമയം കുറേ ലേറ്റായി എന്നറിയും. അങ്ങനെ നമ്മൾ മീനൂട്ടി വന്ന് അടുക്കള എന്തോ കുസുകുസുവാക്കിയിട്ട് ഓളം റെഡിയാവുന്നുണ്ട്. സ്വർണ്ണോളം എന്തോ കിരി പറയുന്നു. എന്നാൽ പിന്നെ അടുക്കളയിൽ കയറിക്കൂടിയേ, കുരുപ്പിനൊന്ന് സഹായിച്ചുകൂടിയെന്ന് ഞാനും വിചാരിച്ചു. ഓൾ എൻ്റെ അടുത്ത് എന്തോ ലൊട്ട വിടുന്നുണ്ട്. അങ്ങനെ ബിന്ദു വെച്ച് ഉണ്ടാക്കി തന്ന നല്ല അടിപൊളി ചായയും കുടിച്ച് അതിൽ നല്ല അഭിപ്രായം പറഞ്ഞു കണ്ട. അപ്പോഴും സ്വർണ്ണമോക്ക് വ്ളോഗ് തന്നെ. ഞാൻ എൻ്റെ ചായൻ്റെ ഇടയ്ക്ക് മെല്ലെ കൊണ്ട് കാണിച്ച്. ഇതാണ് നമ്മളവിടുത്തെ ആംബ്രൂസ് പെണ്ണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിന്ദു വെച്ച് ഉണ്ടാക്കി തന്ന അടിപൊളി പൂ പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. എല്ലാവർക്കും നമ്മളെ കാസർഗോഡത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഭയങ്കര രസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ തപ്പിയ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു വരാത്തതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പിന്നെയും ഇങ്ങോട്ട് വരണം തോന്നുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കണ്ടിടത്തോളം നല്ല മനുഷ്യന്മാരാണ്. എവിടെ തിരിഞ്ഞാലും മലയാളികൾ മാത്രമേ ഇല്ലൂ. നമ്മളിങ്ങനെ വെൽക്കം ചെയ്യുക അവർ. അങ്ങനെ നല്ല ക്ലീനിങ് ആണ് എല്ലായിടത്തും. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല ചിക്കൻ ബിരിയാണി ആക്കി തന്നു. അത് തിന്നു. അതും കാസർഗോഡ് സ്റ്റൈൽ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ എൻ്റെ അടുത്ത് സൗണ്ട് പോയി. വൈകുന്നേരത്തെ പരിപാടിക്ക് എല്ലാവരും റെഡിയായിട്ട് പാട്ട് കച്ചേരി തുടങ്ങി. അങ്ങനെ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലക്ഷ്മണേട്ടൻ്റെ വണ്ടിയിൽ എല്ലാവരും പാഞ്ഞു കയറി. അതിൻ്റെ ഇടയ്ക്ക് ശ്രീത്തേട്ടനെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീത്തേട്ടൻ നമ്മളൊന്നിച്ചല്ല വന്നത്. നേരത്തെ വന്നുകൊണ്ട് ശ്രീത്തേട്ടനെ കാണാനേ കിട്ടിയിട്ട്. അപ്പോൾ ഫുഡ് അടിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സ്വന്തം ശ്രീത്തേട്ടനെ കിട്ടിയത്. എൻ്റെ സ്വന്തം ഏട്ടൻ തന്നെ.
അങ്ങനെ നമ്മൾ എല്ലാവരും പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി രാത്രി ആയാലും രാവിലെ ആയാലും ദുബായ് കാണാൻ ഭയങ്കര പാങ്ങ് തന്നെ. എന്ത് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാമല്ല. ഒന്നും എല്ലായിടത്തും ക്യാമറയുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറാണെന്നെല്ലാം ഇങ്ങനെ കേട്ടാൽ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അങ്ങനെ നമ്മളിതാ കാഴ്ചകളും കണ്ട് പാട്ടും കേട്ട് ബിൽഡിങ് കണ്ട് കുറേ ലൈറ്റിൻ്റെ ഇതും. ഞാൻ പറഞ്ഞത് ആടുത്തെ ഓരോ ബിൽഡിങ്ങും ഓരോരു പോലെ. നമ്മളിവിടെ എല്ലാം ഒരേപോലെ ഏതെങ്കിൽ ആടുത്തെ എന്തോന്ന് അതിൻ്റെ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈലും അത് എല്ലാം വേറെ വേറെയാണ്. അപ്പോൾ എൻ്റെ തള്ള് എന്ന് വിചാരിക്കേണ്ട, നല്ല രസമുണ്ട് ശരിക്കും കാണാൻ. അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. എനിക്ക് ആടെ എത്തുമ്പോഴും എന്ത് തിന്നണമെന്ന് അറിയില്ല. വൈകുന്നേരം ആയതുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും ഇല്ലാത്തത് കൊണ്ട് എന്തല്ലോ ഓർഡറാക്കി. ഞാൻ കപ്പയും മീനും ഓർഡറാക്കി. ഞാൻ കപ്പയും മീനും കുറച്ച് കഴിച്ചു. ആടെ ഇല്ലവരെല്ലാം എന്താണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കിട്ടുമോ അതെല്ലാം തിന്നു. പക്ഷെ ഞാൻ മാത്രം കൊണ്ട് ഒന്നും തിന്നാണ്ട് ഇങ്ങനെ നാട്ടിലത്തെ ഇതും കളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തായാലും നല്ല ഫുഡാണ്. ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതാകുമ്പോൾ കൊതിയാവുന്നു. അങ്ങനെ അതാ രാത്രിയായി. അങ്ങനെ ശ്രീത്താട്ടിൻ്റെ നല്ലൊരു പാട്ടും കേട്ടിട്ട് ഈ ദിവസത്തിനോട് നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഇതിലധികം ഇത് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് കുറേ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നാളെ പിന്നെയും കാണാം. എന്തിനു വിതുമ്പലായി ചേരും നീ പോകും വിഷാദരാവേ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ വാനുപോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാണ്. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനെ